തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവർക്ക് 14 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. CMDRF-ൽ നിന്ന് 10 ലക്ഷവും SDRF-ൽ നിന്ന് 4 ലക്ഷം രൂപയും നൽകും. പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ അടിയന്തര സഹായമായും നൽകും. ഷീജ ചേരുകയാണ്. ഷീജ, ഈ ധനസഹായത്തിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഷമ്മി, ഏതായാലും ഇപ്പോൾ തൃശൂർ വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടവരുടെ കുടുംബത്തിന് 14 ലക്ഷം രൂപ ധനസഹായമാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ നിലവിലിപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പെരുമാറ്റച്ചട്ടമൊക്കെ നിലനിൽക്കുന്നത് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതി വാങ്ങിയാണ് ഇന്നിപ്പോൾ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുകയും ഈ വെടിക്കെട്ട് അപകടത്തിൽ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ യോഗം ചർച്ച ചെയ്യുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മരണപ്പെട്ടവരുടെ കുടുംബത്തിന് 14 ലക്ഷം രൂപ ധനസഹായം നൽകാനുള്ള സുപ്രധാനമായ തീരുമാനം മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരിക്കുന്നത്. ഈ 14 ലക്ഷം എന്ന് പറയുന്നത് തന്നെ 10 ലക്ഷം CMDRF-ൽ നിന്നും 4 ലക്ഷം SDRF-ൽ നിന്നുമായി ആണ്. അത് രണ്ടും കൂടി ചേർത്താണ് 14 ലക്ഷം എന്ന നിലയിൽ തീരുമാനിച്ചിരിക്കുന്നത്. പരിക്കേറ്റവർക്ക് പ്രത്യേക ധനസഹായമുണ്ട്. അത് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മന്ത്രി വി എൻ വാസവനും കടന്നപ്പള്ളി രാമേന്ദ്രനും അതോടൊപ്പം തന്നെ ആർ ബിന്ദുവും തൃശ്ശൂരിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അവർ മറ്റ് വിശദാംശങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുടെ ചികിത്സ അത് പൂർണ്ണമായും കൃത്യമായ രീതിയിലാണ് എന്ന് ഉറപ്പാക്കാനുള്ള പ്രത്യേക നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ടായിരുന്നു. അത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും അത് കൃത്യമായ രീതിയിൽ ഉറപ്പാക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടിയാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. ഏതായാലും മരണപ്പെട്ടവരുടെ കുടുംബത്തിന് 14 ലക്ഷം രൂപ ധനസഹായം നൽകാനാണ് ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരിക്കുന്ന സുപ്രധാന തീരുമാനം എന്ന് പറയുന്നത്. തീർച്ചയായും ഷീജ, വലിയ ധനസഹായമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 14 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് നൽകണം എന്നുള്ള തീരുമാനത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ തീരുമാനം എടുത്തിരിക്കുന്നത്. CMDRF-ൽ നിന്ന് 10 ലക്ഷവും SDRF-ൽ നിന്ന് 4 ലക്ഷം രൂപയും നൽകും. പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ അടിയന്തര സഹായമായും നൽകും എന്നുള്ളതാണ് ഷീജ വ്യക്തമാക്കിയിരിക്കുന്നത്. മുണ്ടത്തിക്കോട് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 14 ലക്ഷം രൂപ സഹായ ധനം നൽകാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനമാണ് ഇത്. ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്.